മുന്നണി മാറ്റ ചർച്ചകൾക്കിടെ ജോസ് കെ മാണി കേരളത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. മറ്റന്നാൾ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടാകും. പാർട്ടിയിലെ ഭിന്നതകൾക്കിടയിലും UDF-ഉമായുള്ള ചർച്ചകളുമായി മുന്നോട്ടു പോവുകയാണ് ജോസ് കെ മാണി. അതിനിടെ ജോസിനെ അനുനയിപ്പിക്കാൻ CPM-ഉം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. റോഷിപാലും റഹീസ് റഷീദും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വളരെ നിർണായകമായ ചർച്ചകളാണ് നടക്കുന്നത്. അടിയൊഴുക്കുകൾ വളരെ സജീവമാണ്. നമ്മൾ കാണാത്ത ഒഴുക്കുകൾ പോലുമുണ്ട് എന്നുള്ളതാണ്. പല പ്രധാനപ്പെട്ട ഉറപ്പുകളും UDF ഇതിനകം നൽകിക്കഴിഞ്ഞു. പക്ഷേ അപ്പോഴും കേരള കോൺഗ്രസ് ജോസഫിനെ അനുനയിപ്പിക്കുക UDF-ൽ ബുദ്ധിമുട്ടാണ്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തെ അനുനയിപ്പിക്കുക, കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫിനെ അനുനയിപ്പിക്കുക, മാണി സി കാപ്പനെ തിരുവമ്പാടിയിൽ കൊണ്ടുപോയി നിർത്തുന്നതിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. അത് UDF-ന്റെ ഭാഗത്ത് പ്രതിസന്ധിയാണ്. എന്നാൽ അതേസമയം ഇടതുമുന്നണി കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ട എല്ലാ സീറ്റുകളും നൽകാമെന്ന് പറയുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുമായി ഈ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ നടക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏത് തരം നീക്കമാണ്? CPM-ഉം ഒരു കൗണ്ടർ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ടോ ജോസ് കെ മാണിയെ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ? റോഷി, ഗുഡ് മോർണിംഗ്. റോഷി, ഗുഡ് മോർണിംഗ്. റഹീഷ്. അരുൺകുമാർ, UDF നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം ജോസ് കെ മാണിയെ എങ്ങനെയെങ്കിലും UDF-ലേക്ക് എത്തിക്കുക എന്ന ശ്രമമാണ് നടത്തുന്നത്. കാരണം മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി പരമാവധി നേതാക്കളെ അല്ലെങ്കിൽ കക്ഷികളെ ഒപ്പം ചേർക്കാനുള്ള തീരുമാനമുണ്ട്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നീക്കം നടക്കുന്നത്. ഒന്ന്, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലെ ചില ജില്ലകളിലും സ്വാധീനമുണ്ടാക്കാൻ, തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സഹായം അനിവാര്യമാണെന്ന വിലയിരുത്തലുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു രഹസ്യ നീക്കം നടത്തിയത്. അത് വിജയത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ കണക്ക് കൂട്ടുന്നത്. ഏറെ വൈകാതെ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും UDF-ന്റെ ഘടകകക്ഷിയായി മാറുമെന്ന കണക്കുകൂട്ടലാണ്. ആ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ അഭിപ്രായമടക്കം KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് തേടിയത്. അത് ഈ കേരള കോൺഗ്രസ് എമ്മിന് സ്വാധീനമുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരുമായും ഒപ്പം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായൊക്കെ സണ്ണി ജോസഫ് സംസാരിച്ചതാണ്. ഹൈക്കമാൻഡിനും ഈ കാര്യം കൃത്യമായി അറിയാം. പ്രതിപക്ഷ നേതാവ് VD സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളാണ് ഇടപെട്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഏറെ വൈകില്ല ജോസ് കെ മാണി തീരുമാനമെടുക്കാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ജോസ് കെ മാണി ഏതാണ്ട് പാർട്ടി നേതൃത്വത്തെ ഇത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നാലെ തന്നെ മറ്റ് കാര്യങ്ങൾ, അത് സ്ഥാനാർത്ഥി സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിശദമായ ചർച്ചകളിലേക്ക് പോകും. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഉറപ്പ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ അത് നൽകും എന്ന് തന്നെയാണ്. അതിൽ പാലാ ഉൾപ്പെടെയുള്ള സീറ്റുകൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉറപ്പ് നൽകുന്നുണ്ട്. മറുനീക്കവുമായി CPM-ഉം ഉണ്ട്, റാഹിസ് റഷീദുണ്ട്. റാഹിസ് റഷീദ്, ഓരോ ജില്ലയിലും ഓരോ വിസ്മയം എന്ന മട്ടിലാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ നിന്നൊരു വിസ്മയം നമ്മൾ ഇന്നോ നാളെയോ ഒക്കെയായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഐഷ പോറ്റി ഇന്നലെ കൊല്ലത്ത് നിന്ന് മാറിയത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. ഒരു പെർസെപ്ഷൻ ഇതിനകം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ചാഞ്ചാടി തുടങ്ങുന്നു CPM-ഉമായി കൂടെ നിൽക്കുന്നവർ എന്ന് പറയുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനൊക്കെ സാധിക്കും. CPM അതിന് തടയിടാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് കേട്ടു. റാഹിസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. CPM-നെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി മാത്രമല്ല, അതിന് പിന്നാലെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീതി അന്തരീക്ഷത്തിൽ കൊണ്ടുവരാൻ UDF-നായി അതിന് കൂടുതൽ ബലം നൽകുന്നതാണ് ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റ ചർച്ചകൾ. ഒപ്പം ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നത് എന്ന് മാത്രമല്ല, അരുൺ പറഞ്ഞതുപോലെ കോട്ടയത്ത് നിന്നോ ആലപ്പുഴയിൽ നിന്നോ ഇന്നോ നാളെയോ ഒരു വിസ്മയം കൂടി കോൺഗ്രസിന്റെ ഭാഗമാകും എന്ന ചർച്ചകൾ കൂടി രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉണ്ട്. ഈ സമയത്ത് ഇനി അമാന്തിച്ചു നിൽക്കാതെ പ്രതിരോധം തീർക്കുകയാണ് CPM ലക്ഷ്യം. രണ്ട് തരത്തിലാണ് ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട, കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നീക്കങ്ങൾ. ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കൾ ജോസ് കെ മാണിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ പറ്റിയില്ല എന്നാണ് CPM നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോസ് കെ മാണിയോട് സംസാരിക്കുക, ഒപ്പം റോഷി അഗസ്റ്റിനെ മറ്റു രീതിയിൽ സംസാരിക്കുക. ഇൻ കേസ് ജോസ് കെ മാണി LDF വിട്ടു പോവുകയാണെങ്കിൽ റോഷി അഗസ്റ്റിനെ ഒപ്പം നിർത്തുക എന്ന നീക്കത്തിലേക്ക് CPM കടന്നിട്ടുണ്ട്. അത്തരം ചർച്ചകൾ CPM ഇപ്പോൾ വിലയിരുത്തുന്നത്, ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകൾ വസ്തുതാപരമാണ്, അത് വെറുതെ ചർച്ചയല്ല, അതിന് കാര്യമുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് CPM ഉള്ളത്. അതുകൊണ്ട് തന്നെ റോഷി